രാധേ രാധേ. ഒരിക്കൽ ബിസിനസ്സുകാരനായ ഒരാളുടെ ഭാര്യ ഒരു സന്യാസിയെ കാണാൻ എത്തിയിട്ട് അദ്ദേഹത്തിന് സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കും, ഒരു ദിവസം ഊണ് കഴിക്കാനായിട്ട്. അപ്പൊ സന്യാസി അത് സമ്മതിക്കും. അപ്പൊ ഈ ഭാര്യ ഭർത്താവിനെ വിളിച്ചിട്ട് വരെയും, ഈ സന്യാസിയെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ, നിങ്ങൾ എന്തായാലും ആ ദിവസം വീട്ടിലുണ്ടാകണം എന്ന് പറയും. അപ്പൊ ഭർത്താവ് സമ്മതിക്കും. അങ്ങനെ സ്വാമി വരുന്ന ദിവസം എത്തും. ഭാര്യ അന്ന് ഓർപ്പിക്കുകയും ചെയ്യും. പക്ഷെ സമയമാകുമ്പോൾ ഈ സന്യാസി മാത്രം വീട്ടിലെത്തും, ഭർത്താവ് വരില്ല. അപ്പോൾ ഈ ഭാര്യയ്ക്ക് വല്ലാത്ത സങ്കടമാവും. സ്വാമിയോട് ക്ഷമ പറയും. എൻ്റെ ഭർത്താവിന് വല്ലാത്ത തിരക്കാണ്, ഞാൻ വിളിച്ച് ഓർപ്പിച്ചതാണ്, അങ്ങ് ക്ഷമിക്കണം എന്നൊക്കെ പറയും. അപ്പൊ ഈ സന്യാസി വരെയോ, നീ വിഷമിക്കണ്ട, നീ അതൊന്നും കാര്യമാക്കണ്ട, ഒരു കാര്യം ചെയ്യും, ഞാൻ അവന് കൊടുക്കാനായി ഒരു സമ്മാനം തരാം, നീ അത് അവന് കൊടുക്കണം എന്ന് പറയും. എന്നിട്ട് ഒരു സൂചി എടുത്തിട്ട് ഈ ഭാര്യയെ ഏൽപ്പിക്കും. എന്നിട്ട് നീ ഇത് ഭർത്താവിന് കൊടുത്തിട്ട് ഇങ്ങനെ കൂടി പറയണം, അടുത്ത ജന്മത്തിൽ ഈ സൂചി അവൻ എനിക്ക് തിരിച്ചു തരണം എന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭാര്യ ശരി എന്ന് പറയും. യാതൊന്നും മനസ്സിലായില്ലെങ്കിലും തലകുലുക്കി സമ്മതിക്കും. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഭർത്താവ് എത്തി. ഭർത്താവിന്റെ ഭാര്യ കുറെ വഴക്കൊക്കെ പറയും. നിങ്ങൾ വൈകിയത് എന്താ, സമയത്ത് നിങ്ങൾ എന്തേ വന്നില്ല, സ്വാമി ഒത്തിരി കാത്തിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഭർത്താവ് ക്ഷമ പറയും. എന്നിട്ട് സ്വാമി തനിക്ക് വേണ്ടി എന്തെങ്കിലും മെസ്സേജ് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ ഭാര്യ പറയും, ആ അങ്ങേ ഏൽപ്പിക്കാനായി ഒരു പ്രത്യേക സമ്മാനം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പതുക്കെ ആ സൂചിയായിട്ട് വരും. എന്നിട്ട് ഈ സൂചി എടുത്തിട്ട് പറയും, ഈ സ്വാമി എന്നോട് പറഞ്ഞു അടുത്ത ജന്മം അങ്ങ് ഇത് തിരിച്ചു കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയും. അപ്പോഴേക്കും ബിസിനസ്സുകാരനായ ഭർത്താവിന് സംഗതി കത്തും. കാരണം നമ്മൾ മരണസമയത്ത് എന്തെങ്കിലും കൊണ്ടുപോയാൽ മാത്രമല്ലേ പിന്നെ അടുത്ത ജന്മം തിരിച്ചു കൊടുക്കാൻ പറ്റൂ. കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. കാരണം മരണസമയത്ത് നമ്മൾ എല്ലാം ഈ ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ, എല്ലാ സമ്പാദ്യങ്ങളും ധനമാണോ ഭൂമിയാണോ എന്തൊക്കെയാണെങ്കിലും എല്ലാം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച്, നമ്മുടെ ബന്ധങ്ങൾ ഉപേക്ഷിച്ചിട്ട്, നമ്മുടെ ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങള് അച്ഛൻ അമ്മ എല്ലാവരെയും ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാ ഒരു സൂചിയായിട്ട് കൊണ്ടുപോയിട്ട് അടുത്ത ജന്മം തിരിച്ചു കൊടുക്കാൻ പറ്റുക? അപ്പോൾ മരണസമയത്ത് ആത്മാവ് എന്താ ആകെ കൊണ്ടുപോകുന്നത്? നമ്മുടെ സംസ്കാരം, നമ്മുടെ കർമ്മങ്ങൾ, പിന്നെ നമുക്ക് എന്തെങ്കിലും വാസനകൾ, നമുക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതും ഈ ആത്മാവ് നമ്മളോടൊപ്പം കൊണ്ടുപോകും. ഇപ്പൊ തന്നെ ജാനകിയമ്മ മറ്റു പാട്ടുകാരെ പോലെ ഒന്നും ആയിരുന്നില്ല. ജനിച്ചപ്പോൾ തന്നെ നന്നായി പാടാനുള്ള കഴിവുണ്ടായിരുന്നു. ഒഫീഷ്യലി പാടാൻ പ്രത്യേകിച്ച് പഠിത്തോ അതിനുവേണ്ടി യാതൊന്നും ജാനകിയമ്മ പഠിച്ചിരുന്നില്ല. ഗുരുവിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പോലും ഗുരു യാതൊന്നും പഠിക്കേണ്ട, സ്വരങ്ങളൊന്നും പഠിക്കണ്ട എന്നാ പറഞ്ഞത്. കാരണം എന്താ, മുൻജന്മങ്ങളിൽ എവിടെയോ ജാനകിയമ്മ വലിയൊരു പാട്ടുകാരിയായിരുന്നു. അപ്പൊ എല്ലാം ഉള്ളിൽ തന്നെ ഉണ്ട്. ആ സംസ്കാരം, അത് ആ വാസനകൾ അതുപോലെ തന്നെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അമ്മയ്ക്ക് ആ ചെറിയ പ്രായത്തിൽ തന്നെ ആ ഓർമ്മ ഉള്ളത് കൊണ്ടാണ് വേറെ പുറത്തുനിന്ന് യാതൊന്നും പഠിക്കേണ്ട, ആ സ്വരങ്ങളൊക്കെ ഉള്ളിലുണ്ട്, അത് അതുപോലെ തന്നെ പാടാൻ കഴിഞ്ഞത്. രാധേ രാധേ.